കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവത്തിന് SFI പ്രവർത്തകനെ മർദ്ദിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന KSU നേതാക്കളെ സന്ദർശിച്ച് രമേശ് ചെന്നിത്തല. തൃശൂർ ശ്രീകേരളവർമ്മ SFI യൂണിറ്റ് സെക്രട്ടറി ആശിഷ് കൃഷ്ണനെ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ കലോത്സവത്തിനിടെ സംഘർഷമുണ്ടായി. വിയ്യൂർ ജയിലിൽ കഴിയുന്ന KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കം 3 പേരെയാണ് രമേശ് ചെന്നിത്തല ജയിലിലെത്തി സന്ദർശിച്ചത്. പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ചെന്നിത്തല സന്ദർശനത്തെ ന്യായീകരിച്ചു. പോലീസിനോട് വെല്ലുവിളി. അല്ലല്ല, ഇത് അതുപോലാണോ? വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ പേരൊക്കെ മോട്ടോർ സൈക്കിളിൽ വരുന്ന ഒരാളിനെ ചവിട്ടി താഴെയിട്ട് കുത്തിക്കൊല്ലുന്നത് ഇതും അതുകൊണ്ട് എന്താ? എനിക്ക് പറയാനുള്ളത് ഞങ്ങളെയൊക്കെ റോഡിൽ ഇറക്കരുതെന്ന് മാത്രമാണ്. ഇത് ശരിയായ നടപടിയല്ല. പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ആക്രമണം കൊല്ലണമെന്ന ഉദ്ദേശത്തിലുള്ളത്. ആക്രമണത്തിൽ പരിക്കേറ്റ് നിലത്ത് വീണ ആശിഷ് കൃഷ്ണനെ അസഭ്യം വിളിച്ച് മുളവടി കൊണ്ട് തലയിലും ചെവിയിലും അടിച്ചത് 1-ാം പ്രതി ഗോകുൽ ഗുരുവായൂരാണെന്നും റിപ്പോർട്ടിലുണ്ട്. KSUവിന്റേത് സ്വാഭാവിക പ്രതിരോധമെന്ന് സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യസ് സേവ്യർ. കഴിഞ്ഞ 3 ദിവസമായി ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ആക്രമണങ്ങൾ അവിടെ നടക്കുകയാണ്. മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കേവലം 10 സെക്കൻഡിൽ മാത്രം വരുന്ന വിഷ്വൽ അന്ന് ഉണ്ടായ 3-ാമത്തെ ഇൻസിഡന്റ് ആണ്. ആ കലോത്സവത്തെ അലങ്കോലപ്പെടുത്തുക, അന്നേ ദിവസം ഉണ്ടായിരുന്ന പ്രശ്നത്തിന്റെ തുടക്കക്കാർ എന്ന് പറയുന്നത് SFI-ക്കാരാണ്. അക്രമ പരമ്പര അവസാനിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ. ഇന്നലെ KPCCയുടെ പ്രസിഡന്റ് KSU പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നത് കണ്ടു, നിങ്ങൾ മടന്ന് തല്ലിക്കൊന്നു. ഈ പറഞ്ഞ പ്രതിരോധം അല്ലെങ്കിൽ ഇവരാക്രമിക്കപ്പെടുകയാണ് എന്നുള്ളൊരു നരേറ്റീവ് പൊതുസമൂഹത്തിന് മുൻപിൽ സൃഷ്ടിക്കുന്നത് തന്നെ തെറ്റായിട്ടുള്ളതാണ്. ഇവർ ഏകപക്ഷീയമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. ഈ ആക്രമണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ നടക്കുന്ന F-സോൺ കലോത്സവത്തിനിടയിലും സംഘർഷമുണ്ടായി. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറി അശ്വൻനാഥിന് മർദ്ദനമേറ്റു. SFI പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്നാണ് ആരോപണം. സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. SFI ആക്രമണങ്ങളിൽ പോലീസ് നടപടി കാര്യക്ഷമമല്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ DIG ഓഫീസ് ഉപരോധിച്ചു. 24 തൃശൂർ.